നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ 50 കോടിയിലധികം രൂപ കൊടുത്തിട്ടാണ് സുനിൽ കനകോലു എന്ന് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിശാരദനെ, തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിസ്റ്റിനെ കേരളത്തിലേക്ക് കൊണ്ട് കെട്ടിയിറക്കിക്കൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ ഏത് വിധേനയും ഒന്ന് ജയിപ്പിച്ച് തരണം എന്ന് സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് പറഞ്ഞത്. ഇതേ കൂടാതെ കർണാടകയിലെ വളരെ പ്രധാനിയായ ഒരാളെ കൂടി കേരളത്തിലേക്ക് കൊണ്ടുവന്നിറക്കിയിട്ടുണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും കേരളത്തിൽ വിജയിപ്പിക്കാൻ. സുനിൽ കനകോലുവിനെ സംബന്ധിച്ചിടത്തോളം സുനിൽ കനകോലു പലയിടത്തും BJPയുടെ ഒരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിസ്റ്റ് ആയിരുന്നു എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അപ്പം അവിടെ സുനിൽ കനകോലു കളിച്ച എല്ലാ തറക്കളികളിലും മതം എന്ന് പറയുന്നത്, വർഗീയത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറിയിരുന്നു എന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ സുനിൽ കനകോലു അത്തരത്തിൽ വർഗീയ വിഷം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് BJPയെ പല സംസ്ഥാനങ്ങളിലും വിജയിപ്പിച്ച് ഈ റീസെന്റ് ആയിട്ട് പറഞ്ഞ ബീഹാറിലടക്കം ഒരു മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കാൻ സാധിച്ചത് എന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള സുനിൽ കനകോലു കേരളത്തിലേക്ക് വന്നുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയെ വിശുദ്ധമായ കരങ്ങളിലേക്ക് എടുത്തുയർത്തി മുകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ട എല്ലാ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളും നടത്തിക്കൊണ്ടുവന്നു. ഇതിന്റെ ആദ്യ പടി എന്നോണം നമ്മുടെ കേരളത്തിൽ ഇവിടെ ഈ കോൺഗ്രസ് സ്പ്രെഡ് ചെയ്തത് ഒരു ന്യൂനപക്ഷ പ്രീണന വർഗീയ നയപരിപാടിയായിരുന്നു എന്നുള്ള കാര്യവും എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. അതിന്റെ ഭാഗമായി കേരളത്തിൽ ഇല്ലാത്തതും വല്ലാത്തതുമായ കഥകൾ പലതും പടച്ചുവിടുന്ന കാര്യത്തിലും CPM അല്ലെ കോൺഗ്രസ് നേതാക്കന്മാർ വലിയ ശ്രദ്ധാലുക്കളായിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്ന കാര്യം. അപ്പോൾ ആ രീതിയിൽ വലിയ ശ്രദ്ധ കൊടുത്തുകൊണ്ട് തന്നെ ഇവിടെ ന്യൂനപക്ഷ പ്രീണനവും അതോടൊപ്പം ഇടതുപക്ഷത്തെ എങ്ങനെയെങ്കിലും സംഘപരിവാർ അനുകൂലികളുമായി ചേർത്ത് കെട്ടിക്കൊണ്ട് ഇടതുപക്ഷ നേതാക്കന്മാരെല്ലാം സംഘപരിവാറുകാരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമവും കേരളത്തിൽ ഉണ്ടായി. അതിന് പല കാരണങ്ങൾ, മലപ്പുറത്തെ ഉപയോഗിക്കുന്നു, വർഗീയ പരാമർശങ്ങൾ ഉപയോഗിക്കുന്നു, തുടങ്ങി നിരവധിയായ കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് അലക്കി തേച്ച് വെളുപ്പിച്ചൊട്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ നമ്മൾ പറയുന്ന പോലെ കനകോലുവിന്റെ ഫസ്റ്റ് അജണ്ട എന്ന് പറഞ്ഞാൽ വർഗീയത തന്നെയായിരുന്നു. ആ വർഗീയതയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് കേരളത്തിൽ അല്ലെങ്കിൽ UDF നടത്താൻ ഉദ്ദേശിച്ചതും. എന്നാൽ വർഗീയത എന്ന് പറയുന്നത് കേരളത്തിൽ അധികമൊന്നും ചെലവാകാതെ വന്ന സമയത്തും അതോടൊപ്പം തന്നെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാം ഒരു പഠന ശിബിരം നടത്തിയ സമയത്ത് പോലും ഇവിടെ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ഒന്നില്ല എന്നുള്ളത് തന്നെയായിരുന്നു. ഭരണവിരുദ്ധ വികാരം ഇല്ല. അപ്പോൾ ഭരണവിരുദ്ധ വികാരം ഇല്ലെങ്കിൽ ആ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് വരുത്തി തീർക്കുകയും അതോടൊപ്പം തന്നെ ഇവിടെ UDF എന്ന് പറയുന്ന മുന്നണി ശക്തമായ മുന്നേറ്റം നടത്തും എന്ന് പറയുന്ന ഒരു വലിയ പ്രചരണം കേരളത്തിൽ നടത്തുക എന്നുള്ളതുമായിരുന്നു അടുത്തത്. അതിന്റെ ഭാഗമായിട്ടാണ് 100-ലധികം സീറ്റുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. VD സതീശൻ ആണയിട്ട് പറയുന്ന ഒന്നാണ് 100-ലധികം സീറ്റുകളിൽ കേരളത്തിൽ UDF വിജയിച്ചിരിക്കും. തെരഞ്ഞെടുപ്പിന് മുൻപും ഇത് തന്നെ 1000 തവണ പല നേതാക്കന്മാരും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചിലരൊക്കെയും ഈ പറയുന്ന വിപണന തന്ത്രത്തിനകത്ത് പെട്ടുപോകാത്ത K മുരളീധരനെ പോലെയുള്ള ചില നേതാക്കന്മാർ പറഞ്ഞ് 100 കിട്ടുമോ എന്നൊന്നും അറിയില്ല. രമേശ് ചെന്നിത്തലയും പറഞ്ഞു, KC വേണുഗോപാലും ഇടയ്ക്ക് എപ്പോഴോ അത് സൂചിപ്പിച്ചു പോവുകയും ചെയ്തു. എന്നാൽ ഇതിൽ പിടി മുറുക്കി നിന്ന ഒരാൾ VD സതീശൻ തന്നെ ആയിരുന്നു എന്ന് നമുക്കറിയാം. ഇതൊരു വിപണന തന്ത്രം തന്നെ ആയിരുന്നു എന്ന് പിന്നീട് നമുക്ക് ബോധ്യപ്പെട്ടു. അതായത് ഇവിടെ ഫണ്ട് ചെയ്യുന്നവരുടെ മുന്നിൽ ബോധ്യപ്പെടുത്തുകയാണ്, ഞങ്ങൾക്ക് ഇത്രയധികം സീറ്റ് നേടി ഞങ്ങൾ ഇത്തവണ അധികാരത്തിലേക്ക് എത്തും എന്ന് ഫണ്ട് ചെയ്യുന്നവരെ ബോധ്യപ്പെടുത്തി കൂടുതൽ ഫണ്ട് വിരിക്കുക. ഇതും കനകോലുവിന്റെ ഒരു തന്ത്രമായിരുന്നു. അപ്പൊ ആ തന്ത്രത്തിൽ ചിലരൊക്കെ വീണു പോയിട്ടുണ്ട്. ചില മെഡിക്കൽ ബോർഡുകാർ ഇവര് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചധികം ആൾക്കാർ വീണു പോവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് എല്ലാം കഴിഞ്ഞു. ഏപ്രിൽ 9 കഴിയുന്നു, തെരഞ്ഞെടുപ്പ് കഴിയുന്നു, പോളിംഗ് നടക്കുന്നു. പോളിംഗിൽ അത്യാവശ്യം വർധനവുണ്ടാകുന്നു. സ്ത്രീകൾ വോട്ടർമാരുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്നു. അങ്ങനെ തുടങ്ങി പോളിംഗിന്റെ ഏറെക്കുറെ എല്ലാം അവസാനിച്ച് നിൽക്കുന്ന സാഹചര്യം. അപ്പോഴാണ് മെയ് 4-ാം തീയതിയോടുകൂടി ഇലക്ഷൻ റിസൾട്ട് വരാൻ നിൽക്കുന്ന സവിശേഷമായ ആ സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ കനകോലു AICCക്ക് അല്ലെങ്കിൽ ഹൈക്കമാൻഡിന് ഒരു റിപ്പോർട്ട് നൽകുന്നു. ആ റിപ്പോർട്ട് പ്രകാരം 80-ലധികം സീറ്റ് കൂടി വന്നാൽ 80-ലധികം സീറ്റ് എന്ന് പറയുമ്പോൾ 80-നും 85 സീറ്റിനും ഇടയിലുള്ള സീറ്റുകൾ മാത്രമേ UDFന് നേടാൻ കഴിയൂ എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് ഇദ്ദേഹം എത്തിച്ചേരുന്നു. ആര്? സുനിൽ കനകോലു. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന 100 സീറ്റ് എന്ന് പറയുന്ന വാഗ്ദാനത്തിൽ നിന്നും വീണ്ടും ഏകദേശം ഒരു 15-ലധികം സീറ്റുകളുടെ കുറവാണ് ഇപ്പോൾ കനകോലു നൽകിയ റിപ്പോർട്ടിലുള്ളത്. അപ്പോൾ 100 എവിടെയാണ്? അപ്പൊ 100 പറഞ്ഞുകൊണ്ട് മാർക്കറ്റ് ചെയ്ത ഒരു UDF എന്ന് പറയുന്ന സംവിധാനത്തെ
പെട്ടെന്ന് തന്നെ 80കളിലേക്ക് അല്ലെങ്കിൽ 85 എന്ന് സ്പെസിഫൈ ചെയ്ത് പറയാമായിരുന്നു. പക്ഷേ അതിലേക്ക് എത്തിയില്ല. 80. അപ്പം നമ്മൾ ഊഹിക്കാം 80നും 85നും ഇടയിൽ മാക്സിമം 84 വരെ സീറ്റുകൾ മാത്രമേ UDF ലഭിക്കൂ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്നാൽ ഇതിൽ മലബാർ മേഖലകളിലും മധ്യ കേരളത്തിലും ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് കനകോലു പറയുന്നത്. ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസിൽ ആ വാർത്തകൾ വന്നിട്ടുണ്ട്. ഈ മധ്യ കേരളം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പത്തനംതിട്ട വരും, അതിൽ ഇടുക്കി, അതോടൊപ്പം തന്നെ കോട്ടയം, എറണാകുളം തുടങ്ങിയ ജില്ലകളിൽ ശക്തമായ മുന്നേറ്റം നടത്താൻ സാധിക്കും. മലബാർ ജില്ലകളിൽ ഒരു മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്ന് പറയുന്നു. മലബാർ ജില്ല എന്ന് പറയുന്നതിൽ അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോട് കാണുന്ന ഒരൊറ്റ ജില്ല മാത്രമേ ഉള്ളൂ, അത് മലപ്പുറം ജില്ലയാണ്. വേറെ ഒരു ജില്ലയിലും അവർക്ക് അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണ് ചോദിച്ചാൽ കണ്ണൂരിലെ അവസ്ഥ നമുക്കറിയാം. കണ്ണൂരിൽ വിമതന്മാരാണ് ഏറ്റവും കൂടുതൽ UDF-ൻ്റെതായി മത്സരിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ തന്നെ നമുക്കറിയാവുന്ന പോലെ ഈ പറയുന്ന തളിപ്പറമ്പിലും പയ്യന്നൂരിലും ഒക്കെ മത്സരിക്കുന്നത് വിമതന്മാരാണ്. അവിടെ തന്നെയാണ്, കണ്ണൂരിൽ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് മത്സരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒറ്റപ്പാലത്ത് മത്സരിക്കുന്നതും മലമ്പുഴയിൽ മത്സരിക്കുന്നതും CPM-ൽ നിന്ന് വിട്ടുമാറിയ ആളുകളാണ്. അപ്പം ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിയുമ്പോഴും മലബാർ മേഖല എന്ന് മൊത്തത്തിൽ പറഞ്ഞിരിക്കുന്നത് മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിട്ട് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. എന്നാൽ ഏറ്റവും കൂടുതൽ ആഭിമുഖ്യം ഉണ്ടാകാൻ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വളർച്ച നേടാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന മധ്യ കേരളത്തിലും മലബാർ മേഖലയിലും ഏതൊക്കെ സീറ്റുകളിൽ UDF വിജയിക്കും എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തത വരുത്തി റിപ്പോർട്ട് നൽകാൻ കനകോലുവിന് കഴിയാത്തത് എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം അങ്ങനെ കൃത്യമായ ഒരു കണക്ക് പറയാൻ പറ്റുന്ന വിജയക്കണക്കുകൾ ഒന്നും തന്നെ ഈ പറയുന്ന സുനിൽ കനകോലുവിന്റെ കയ്യിലേയില്ല. അപ്പോൾ അങ്ങനെ വ്യക്തതയില്ലാത്ത കണക്കുകൾ ഉള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് അത് പറയാൻ സാധിക്കുക? അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കനകോലു പറയാതിരുന്നത്. എന്നാൽ തെക്കൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച്, തലസ്ഥാന ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മുന്നേറ്റം ഒന്നും ഈ പറയുന്ന UDF-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് തന്നെ കനകോലു തറപ്പിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് തിരിച്ചടി ഉണ്ടായത്? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ എല്ലാം വോട്ടുകൾ ഉറപ്പാക്കാൻ UDF-ന് കഴിഞ്ഞിട്ടുണ്ട്. സത്യം തന്നെയാണ്, അങ്ങനെ ഒരു നീക്കം നടന്നിട്ടുമുണ്ട്. ഈ ന്യൂനപക്ഷത്തിന്റെ വോട്ടുകളെല്ലാം UDF-ലേക്ക് എത്തുകയും ചെയ്യും എന്ന് കരുതാം. ഒരു വിഭാഗം മാത്രമാണ് കേട്ടോ. എന്നാൽ ഇവിടെ ഹിന്ദു ഭൂരിപക്ഷം LDF-നെ പൂർണ്ണമായും പിന്തുണച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അതായത് ഈ ഭൂരിപക്ഷ സമുദായങ്ങളുടെ ആകെ തുകയായ വോട്ട് കിട്ടിയിട്ടുണ്ട്, എന്നാൽ തന്നെയും അത് പൂർണ്ണമായി വിനിയോഗിച്ച് കൊണ്ടുവരാൻ LDF-ന് കഴിഞ്ഞിട്ടില്ല എന്നുകൂടി പറയുന്നു. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂനപക്ഷത്തിന്റെ ചെറിയൊരു ശതമാനം വോട്ട് LDF-ന് കിട്ടുകയും ഭൂരിപക്ഷത്തിന്റെ വലിയൊരു ശതമാനം വോട്ടുകൾ LDF-ന് ലഭിക്കുകയും ചെയ്തു എന്ന് തന്നെ വേണം ഈ റിപ്പോർട്ടിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത്. മറ്റൊരു കാര്യം ഇതിനകത്ത് പറയുന്നത്, ഇവിടെ ഈ LDF നിലവിലുള്ള MLA സിറ്റിംഗ് MLA-മാരെ മത്സരിപ്പിച്ചു. അതൊരു വലിയ പ്രതിസന്ധിയായി കനകോലു ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് തങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നില്ല എങ്കിൽ തന്നെയും അതൊരു ബുദ്ധിമുട്ടായി മാറുന്നു എന്നുള്ള തരത്തിലാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ പറയുന്ന നിലവിലുള്ള MLA-മാരെ സിറ്റിംഗ് MLA-മാരെ അവിടെ മത്സരിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ആ MLA-മാർക്കെതിരായി ഒരു ഭരണവിരുദ്ധ വികാരം ഒരു മണ്ഡലങ്ങളിലും കൃത്യമായി ഇല്ല. കാരണം പല മണ്ഡലങ്ങളിലും കൃത്യമായ വികസന പദ്ധതികൾ നടപ്പിലാക്കി ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഇടതുപക്ഷത്തെ MLA-മാർക്ക് സാധിച്ചു എന്ന് തന്നെയാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഇവിടെ കൃത്യമായി പറഞ്ഞാൽ സിറ്റിംഗ് MLA-മാരെ മത്സരിപ്പിച്ചതും UDF-ന് ദോഷം ചെയ്തു എന്ന് എന്ന് തന്നെ നമുക്ക് കനകോലുവിന്റെ റിപ്പോർട്ടിൽ നിന്ന് വായിച്ചെടുക്കേണ്ടി വരും. എന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ 80-ലധികം സീറ്റുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ നേരത്തെ 100 സീറ്റ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അതായത് 80-ലധികം സീറ്റുകൾ വേണമെങ്കിൽ ലഭിച്ചേക്കാം, ചിലപ്പോൾ ഭൂരിപക്ഷവും ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കാര്യം എപ്പോഴും നമുക്കറിയാം, ഒരു കണക്ക് വലുതായി പെരുപ്പിച്ച് കാണിച്ചുകൊണ്ടാണ് ഇവിടെ നമുക്ക് 100-ലധികം ഭൂരിപക്ഷം എന്ന് പറയുന്നത്. എന്നാൽ കനകോലു തന്നെ കൊടുത്തതിനകത്ത് 80-ലധികം ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ. ഇനിയും അപ്പോൾ കുറയാനുള്ള സാധ്യതയുണ്ട്. ഒരു 10 എണ്ണം കുറയുമ്പോൾ, ഒരു 10 സീറ്റുകളുടെ കുറവെങ്കിലും ഇനി ഉണ്ടായി കഴിയുമ്പോൾ ഈ പറയുന്ന കേവല ഭൂരിപക്ഷത്തിലേക്ക് പോലും UDF എത്താത്ത ഒരു അവസ്ഥ വരുന്നതായി നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ എന്തൊക്കെയോ ഭയപ്പെട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ എന്തൊക്കെയോ ചില ആശയങ്ങളുടെ അല്ലെങ്കിൽ ആശങ്കകളുടെ പിൻബലത്തിൽ നിൽക്കുന്ന ഒരു എന്താ പറയാ
ഒരു റിപ്പോർട്ടായി പോയി സുനിൽ കനകോലു നൽകിയത്. താൻ വാങ്ങിച്ച പണത്തിന് താൻ പണിയെടുത്തുവെന്നും എന്നാൽ അത് വേണ്ടത്ര പ്രയോജനകരമായി ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുമുള്ള ആദ്യത്തെ ഒരു മുൻകൂർ ജാമ്യം എന്നുള്ള നിലയിൽ വേണം നമ്മൾ ഈ കനകോലുവിന്റെ റിപ്പോർട്ടിനെ കാണേണ്ടത്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ കനകോലുവിന് വളരെ കൃത്യമായി ഓരോ മണ്ഡലങ്ങൾ തിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഓരോ ജില്ല തിരിച്ചുകൊണ്ട് എത്ര വീതം സീറ്റുകൾ UDF അനുകൂലമായി ഉണ്ടാകും, അതിന്റെ കാരണം ഇന്നതാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കനകോലുവിന് കൊടുക്കാമായിരുന്നു. കാരണം കനകോലുവിനെ സംബന്ധിച്ചിടത്തോളം കനകോലു നല്ല രീതിയിൽ പണം വാങ്ങിക്കൊണ്ട് തന്നെയാണ് ഏകദേശം 50 കോടിയിലധികം രൂപ വാങ്ങി കയ്യിൽ വെച്ചുകൊണ്ടാണ് ഈ പറയുന്ന റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഉത്തരവാദിത്വം എപ്പോഴും കനകോലു കാണിക്കേണ്ടതായിരുന്നു എന്നുകൂടി പറയുന്നു. പക്ഷേ ആ ഉത്തരവാദിത്തം കാണിക്കാൻ പറ്റിയ സാഹചര്യം നിലവിലില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.